Students, in portfolio analysis, now we are going to learn portfolio analysis when there are more than two securities. Okay. നമ്മൾ 2 സെക്യൂരിറ്റീസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയൊക്കെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തിയെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് റിട്ടേണിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ വെയിറ്റേജ് ഓരോ സെക്യൂരിറ്റീൻ്റെയും വെയിറ്റേജ് ഇൻ ടു ദെയർ ഇൻഡിവിജ്വൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടലാണ് നമ്മൾ 2 സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യും. പോർട്ട്ഫോളിയോ റിട്ടേൺ 2 സെക്യൂരിറ്റീസ് അടങ്ങുന്ന പോർട്ട്ഫോളിയോ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. പിന്നെ സെക്കൻഡായിട്ട് നമ്മൾ പഠിച്ചത് പോർട്ട്ഫോളിയോ 2 സെക്യൂരിറ്റീസ് മാത്രം ഉണ്ടാകുമ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അത് നമ്മൾ കോവേരിയൻസ് മെത്തേഡ് യൂസ് ചെയ്തു, കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിസ്ക്കും നമ്മൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റേജിൽ നമ്മൾ അനാലിസിസ് നടത്തും പോർട്ട്ഫോളിയോൻ്റെ, ബട്ട് ആ സെക്യൂരിറ്റീസ് എങ്ങനെയായിരിക്കും, ആ പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കും, ദർ വിൽ ബി മോർ ദാൻ 2 സെക്യൂരിറ്റീസ്. അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ ആദ്യം നമ്മൾ പോർട്ട്ഫോളിയോ റിസ്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ചെറിയ തിയറി ആയിട്ട് നമ്മളിത് പഠിക്കും. when in a portfolio when there are 2 or more than 2 securities, when we add more and more securities into a portfolio, more and more securities into a portfolio, the risk element, or we can call it as portfolio risk, will be reduced. Okay, നമ്മൾ എത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നോ പോർട്ട്ഫോളിയോയിൽ, എത്ര ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുന്നോ നമുക്ക് അത്രയും പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പലപ്പോഴും കുറയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് എലിമിനേറ്റ് ഇറ്റ് ടു സീറോ. വി കനോട്ട് എലിമിനേറ്റ് ദ റിസ്ക് ടു സീറോ. അത്ര നമുക്ക് ആക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് വി നോ ദർ ആർ 2 ടൈപ്സ് ഓഫ് റിസ്ക്സ്. ഏതൊക്കെയാണല്ലേ? സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ക്യാൻ ബി അവോയ്ഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ, അല്ലേ? അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ത്രൂ അവോയ്ഡ് ചെയ്യാം. പക്ഷേ പിന്നെ നമ്മൾ കണ്ടു നെഗറ്റീവ് കോറിലേഷനുള്ള സെക്യൂരിറ്റീസ് നമ്മൾ എടുത്താലും നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്ക് അവോയ്ഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ ത്രൂ കുറേയൊക്കെ നമുക്ക് ഇല്ലാതെ ആക്കാൻ പറ്റും. പക്ഷെ അവിടെ ബാക്കി നിൽക്കുന്ന ഒരു റിസ്ക് ഉണ്ട്, സിസ്റ്റമാറ്റിക് റിസ്ക്. ഇത് പറയുന്നതിന് മുന്നേ തന്നെ ഇതിന് സീറോ ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഒരു വാദം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നമ്മൾ ഇപ്പോൾ നെഗറ്റീവ്ലി ടോട്ടൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനുള്ള സെക്യൂരിറ്റീസ് നമുക്കൊരു പോർട്ട്ഫോളിയോയിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ സെക്യൂരിറ്റീസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ. ഓക്കെ, പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷനും പോസിബിൾ അല്ല, പെർഫെക്റ്റ്ലി നെഗറ്റീവ് കോറിലേഷനും പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലുമൊക്കെ സെക്യൂരിറ്റീസ് ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ സെക്യൂരിറ്റി എക്സ് വൈ, ഇതും സെഡ് ഉണ്ട്, സെഡ് മാത്രം താഴെ പോവും. പിന്നെ നമുക്ക് എ ഉണ്ടെങ്കിൽ എ മുകളിൽ പോവും. അപ്പോൾ നമ്മൾ ഒരു പോർട്ട്ഫോളിയോയിൽ ഒന്നിലധികം സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് നെഗറ്റീവ് നമുക്ക് കിട്ടൂല. ഇനി നമ്മൾ ചെറിയൊരു ഈ സെക്യൂരിറ്റീസ് തമ്മിൽ ചെറിയൊരു പോസിറ്റീവ് കോറിലേഷനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സെക്യൂരിറ്റീസൊക്കെ ഫേസ് ചെയ്യണ മാർക്കറ്റിൽ ഫേസ് ചെയ്യണ എല്ലാം ഇൻഫർമേഷൻ ആയാലും ഇക്കണോമിക് എൻവയൺമെൻറ്റ് ആയാലും ഒക്കെ സെയിം ആണല്ലോ. അപ്പോൾ ചെറിയ തോതിലെങ്കിലും ഒരു പോസിറ്റീവ് കോറിലേഷൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി നെഗറ്റീവ് കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് നമുക്ക് കിട്ടൂല. ബിക്കോസ് ഓഫ്
average. We cannot reduce the portfolio risk into zero. Moreover എന്താണ് ഞാൻ പറഞ്ഞേ, 2 types of risk, systematic risk and unsystematic risk. Okay. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് മോർ ആൻഡ് മോർ സെക്യൂരിറ്റീസ് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരു പരിധി വരെ പറ്റും. പക്ഷെ വാട്ട് അബൌട്ട് ദിസ് ഈസ് എ മാർക്കറ്റ് റിസ്ക്. ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ അത്ര തന്നെ പറ്റൂല. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ റിസ്കിനെ കുറയ്ക്കാൻ പറ്റും കൂടുതൽ സെക്യൂരിറ്റി. ഇപ്പോൾ കുറയ്ക്കണമെങ്കിൽ തന്നെ, നല്ല ഇഫക്റ്റ് അറിയണമെങ്കിൽ തന്നെ ശരിക്കും പറയുന്നത് 25 to 30 സെക്യൂരിറ്റീസ് നമ്മളൊരു പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്താലേ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നമ്മൾ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റഡ്. നോക്കി നോക്കൂ എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം നമുക്ക്. When there are more than 2 securities in a portfolio, the diagram will be okay. Number of securities എത്ര വേണമെങ്കിലും ആക്കാം, 10, 20, 30, 40, 50. Number of securities ഒരു പോർട്ട്ഫോളിയോയിൽ. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക്കും ഞാനിങ്ങനെ തന്നെ ഇതാണ്, 10, 20, 30, 40, 50. ഓക്കെ, ഇനി പറയുന്നത് നോക്ക്, 10 സെക്യൂരിറ്റീസ് ആണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റിസ്ക് ടോപ്പിൽ നിൽക്കും. 20 ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിസ്ക് കുറച്ച് 40ലേക്ക് കുറയും, കുറച്ച് 35 40 എന്ത് ആ രീതിയിൽ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു പിക്ചർ കിട്ടും. ഞാൻ കുറച്ചുകൂടി വൃത്തിയിൽ വരച്ചേക്കാം, എൻ്റെ വരയൊക്കെ കുറച്ച് മോശമാണ്, ഐ എം സോറി ഫോർ ദാറ്റ്. കുറച്ചും കൂടി ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ നോക്ക്, കൂടുതൽ സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ റിസ്കിൻ്റെ എലമെൻറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. പക്ഷേ ഇത് ഒരു പരിധി വരെ കുറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ആംഗിളിൽ ഇവിടെ ഇങ്ങനെ എന്ത് നിൽക്കുന്നുണ്ടാവും, സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാവും. സിസ്റ്റമാറ്റിക് റിസ്ക് ഇവിടെ അവൈലബിൾ ആവും. ഇതാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന റിസ്ക് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ, ദാറ്റ് ഈസ് unsystematic risk. This can be reduced with the help of diversification. അപ്പോൾ പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ 2 സെക്യൂരിറ്റീസ് വരുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ റിസ്കിനെ പറ്റി നമ്മൾ ഇങ്ങനൊരു ഡയഗ്രാം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് നമ്മളിവിടെ പറയുന്നത്, ഒരു പോർട്ട്ഫോളിയോയിൽ സെക്യൂരിറ്റീസ് കൂടുന്നതിനനുസരിച്ച് അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ സിസ്റ്റമാറ്റിക് റിസ്ക് അത് അവിടെ ഇങ്ങനെ തന്നെ ബാക്കി നിൽക്കും. അതുകൊണ്ട് തന്നെ ഓവറോൾ പോർട്ട്ഫോളിയോ റിസ്ക് നമുക്ക് നില്ലാക്കാനോ 0 ആക്കാനോ പോസിബിൾ അല്ല. കൂടാതെ നമുക്ക് തീർത്തും പെർഫെക്റ്റ്ലി നെഗറ്റീവായിട്ടുള്ള സെക്യൂരിറ്റീസ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസും വളരെ കുറവാണ്. ബിക്കോസ് എല്ലാ സെക്യൂരിറ്റീസും നേരിടുന്ന ഒരേ മാർക്കറ്റ് എൻവയൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എന്തുണ്ടാവാം, ഈ സെക്യൂരിറ്റീസ് തമ്മിൽ ചെറിയൊരു പോസിറ്റീവ് കോറിലേഷൻ ഇല്ലാതെ നിൽക്കില്ല എന്നും കൂടിയാണ് പറയുന്നത്. ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ നൗ. Now let us study. When there are more than 2 securities, let us learn what is the portfolio return. പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പോർട്ട്ഫോളിയോ റിസ്ക് ഈ സാഹചര്യത്തിൽ പോർട്ട്ഫോളിയോ റിസ്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ദ എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ. എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ വളരെ ഈസിയാണ്. ഈസ് ദി വെയ്റ്റഡ് ആവറേജ് ഓഫ് റിട്ടേൺസ്, of individual securities.
മറ്റേതുപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ടാവുമ്പോൾ എന്താണോ ചെയ്യുക, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ. രണ്ട് സെക്യൂരിറ്റി ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പ്രപ്പോർഷൻ മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇവിടെയും നമ്മളത് എത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റി ആയാലും നമുക്ക് സെയിം പ്രൊസീജിയറാണ് നമുക്ക് നോക്കേണ്ടത്. സോ യുവർ ഫോർമുല വിൽ ബി return of portfolio equal to sigma I equal to 1 to n xi ri bar, expected return of individual securities. അതിൽ rp bar is expected return of portfolio, xi will be the proportion, okay, proportion of funds invested in a security. RI bar എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ RI മാത്രമേ ഉള്ളൂ, RI bar ആയാലും expected return of individual security of each security, okay. And then നിങ്ങൾക്കറിയാം number of securities, okay. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം. നോക്കാം നമുക്ക് എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ. നോട്ട് ചെയ്തോളൂ. സെക്യൂരിറ്റി ABCD റിട്ടേൺസ്, ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ 12, 17, 23, 20 എല്ലാം പെർസെൻറ്റേജിലാണ്. ഓക്കെ, പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് XI പറഞ്ഞിട്ടുള്ളത് 0.2, 0.3, 0.1, 0.4. കാൽക്കുലേറ്റ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ. എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ, ഓരോ പ്രപ്പോർഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് ഇൻഡിവിജ്വൽ റിട്ടേൺ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ. അപ്പോൾ നോക്കാം നമുക്ക് 12 into 0.2 plus 17 into 0.3 plus 23 into 0.1 plus 20 into 0.4. ഓക്കെ, നേരെ തിരിച്ചാണ് എഴുതേണ്ടത്, ഞാൻ അങ്ങനെ എഴുതിയേക്കാം അല്ലേ. XIRI എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവണ്ട. നമ്മൾ ആദ്യം പ്രപ്പോർഷൻ എടുക്കാം. 0.2 into 12, 0.3 into 17 plus 0.1 into 23, okay, plus 0.4 into 20. ഞാൻ ഡയറക്റ്റ്ലി ആൻസർ ചെയ്താണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാലോ. യു വിൽ ഗെറ്റ് 17.8%. എല്ലാം പെർസെൻറ്റേജിലാണ്, അതുകൊണ്ട് നേരെ ഞാൻ പെർസെൻറ്റേജിൽ നിന്ന് ഇട്ടതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ പോർട്ട്ഫോളിയോ റിട്ടേണിൽ വലിയ കൺഫ്യൂഷനൊന്നുമില്ല. ഇനി പോർട്ട്ഫോളിയോ റിസ്ക് മോർ ദാൻ 2 സെക്യൂരിറ്റീസ് ആകുമ്പോൾ നമുക്ക് മാട്രിക്സ് വെച്ചിട്ട് പഠിക്കേണ്ടി വരും. ദാറ്റ് ഈസ് വേരിയൻസ് കോവേരിയൻസ് മാട്രിക്സ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.